ഇടില്ലേ? കേരളത്തിൽ ഗുണ്ടാരാജ് ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധം സമസ്ത മേഖലകളെയും ഭീതിയിലും വിഭ്രാന്തിയിലുമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംജാതമായിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി ഭാവന എന്ന നടിയെ തട്ടിക്കൊണ്ടുപോയത് കേരളത്തിൽ നിലനിൽക്കുന്ന ക്രമസമാധാന നിലയിൽ എത്ര കണ്ട് വഷളായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. സദാചാര ഗുണ്ടകളുടെ ആക്രമണങ്ങൾ പെരുകുന്നു. സ്വൈരമായും സമാധാനപരമായും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥാവിശേഷം, ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്ത അവസ്ഥ. അങ്ങനെ നാൾക്ക് നാൾ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം അപകടത്തിലാക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭാവന എന്ന പ്രശസ്തയായ നടിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ സംജാതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? ഇതൊറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ വ്യാപകമായി എവിടെയും ആർക്കും അനുഭവിക്കാൻ കഴിയുന്ന, നേരിടേണ്ടി വരുന്ന അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. പട്ടികജാതി സഹോദരങ്ങളുടെ നേരെയുള്ള അക്രമ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു. പീഡനങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് അരാജകത്വമാണ്, നാഥനില്ലാത്ത അവസ്ഥയാണ്. സ്വൈരമായി സമാധാനപരമായി ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. കേരളത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്നും ഒരു വിമോചനം ആവശ്യമാണ്. ഈ വക കാര്യങ്ങളെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി നിശബ്ദനായിരിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമാണ്. ഭാവന എന്ന നടി നീതിക്ക് വേണ്ടി അധികാര സ്ഥാനങ്ങളെയൊക്കെ സമീപിക്കുമ്പോഴും വളരെ നിഷേധാത്മകമായ സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന ആ പെൺകുട്ടികളുടെ നേരെ നടന്ന അതിക്രമത്തെക്കുറിച്ച് അന്വേഷണം ഒന്നും തന്നെ നടക്കുന്നില്ല. അത് സംബന്ധിച്ച് ദേശീയ വനിതാ കമ്മീഷൻ നടത്തിയ അന്വേഷണം ആ സംഭവം സംബന്ധിച്ചുള്ള ഒട്ടേറെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായകമായിട്ടുണ്ട്. ആ വനിതാ കമ്മീഷനെയും വേണ്ട വിധത്തിൽ ഒന്ന് മാനിക്കാനോ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനോ കേരള ഗവൺമെന്റ് തയ്യാറായില്ല. വനിതാ കമ്മീഷൻ വിവരം അന്വേഷിക്കാൻ വേണ്ടി പോലീസ് അധികാരികളെ സമീപിച്ചപ്പോൾ യാതൊരു വിവരവും കൊടുക്കാതെ മടക്കിവിടുകയാണ് ചെയ്തത്. വനിതാ കമ്മീഷന് താമസിക്കാൻ സൗകര്യം കൊടുത്തില്ല, ആഹാരത്തിന് വ്യവസ്ഥയില്ല, വാഹനത്തിന് വ്യവസ്ഥയില്ല. ഒരു കേന്ദ്ര ജോയിന്റ് സെക്രട്ടറിയുടെ റാങ്കിലുള്ള ദേശീയ വനിതാ കമ്മീഷൻ അംഗം കേരളത്തിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് കിട്ടിയ പരാതിയിന്മേൽ അന്വേഷിക്കാൻ എത്തിയിട്ട് ഒരു സൗകര്യവും ചെയ്തു കൊടുക്കാതെ പോലീസ് ഓഫീസർമാരും സർക്കാർ ഭരണയന്ത്രവും എല്ലാം തന്നെ വിമുഖത കാട്ടിയതും നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചതും ഈ കേരളത്തിൽ സ്ത്രീ സമൂഹത്തോടുള്ള സർക്കാരിൻ്റെ നിലപാടും കാഴ്ചപ്പാടും സമീപനവും ഒക്കെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ കുറ്റകരമായ അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്ത്. സ്ത്രീകളോടും പട്ടികജാതി സഹോദരങ്ങളോടും ആദിവാസി സഹോദരങ്ങളോടുമെല്ലാം ഇന്ന് സർക്കാർ കാട്ടിക്കൊണ്ടിരിക്കുന്ന നിഷേധാത്മകമായ സമീപനം മൂലം ആ സമൂഹങ്ങളെല്ലാം തന്നെ ഇന്ന് പീഡനത്തിന് വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലൊരു ഗുണ്ടാരാജിന്റെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും നിയന്ത്രണത്തിലാണ്. ഒരിടത്തു നിന്നും സാമൂഹ്യ നീതി ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. അത് പോലീസ് സ്റ്റേഷനാകട്ടെ, സർക്കാർ ഓഫീസായിക്കൊള്ളട്ടെ, മന്ദിരങ്ങളായിക്കൊള്ളട്ടെ, അവിടെ നിന്നൊന്നും ജനങ്ങളുടെ ദീർഘനാളുകളോളമായിട്ടുള്ള അവരുടെ പരാതികളോ പരിഭവങ്ങളോ ആക്ഷേപങ്ങളോ ആവലാതികളോ ഒന്നും തന്നെ കേൾക്കാനോ പരിഹാരം കണ്ടെത്താനോ ഒരു ശ്രമവും നടക്കുന്നില്ല.
ഗുണ്ടാരാജിന്റെ ഈ നിയന്ത്രണത്തിൽ നിന്നും കേരളത്തെ വിമോചിപ്പിക്കണം. കേരളത്തിലെ ക്രമസമാധാന നില അത്യന്തം അങ്ങേയറ്റം വളരെയേറെ വഷളായി കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിൽ വളരെ ഗൗരവപൂർവ്വം സർക്കാർ നടപടി സ്വീകരിക്കണം. ഈ കേരളത്തിൽ ജനസമൂഹം പൊറുതിമുട്ടിക്കഴിയുന്ന ജനസമൂഹത്തിന് മറ്റൊരു മാർഗവുമില്ല. അവർക്ക് രംഗത്ത് വന്ന് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കിട്ടാൻ പ്രത്യക്ഷ നടപടികൾക്ക് തയ്യാറായേ മതിയാകൂ എന്നൊരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ഒരു നിലപാട് ബിജെപിക്കുണ്ടായി. തീർച്ചയായിട്ടും ഉണ്ട്. ഈ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പ് എന്തിനാണ് അങ്ങനെ ഒരു മന്ത്രി അധികാരത്തിലിരിക്കുന്നത്? ഇതേക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനമെങ്കിലും നടത്തണ്ടേ? ഏതെങ്കിലും ഒരു കേസിൽ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും കർക്കശ നടപടികൾ സ്വീകരിക്കണ്ടേ? അക്കാര്യത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അഴീക്കൽ തുറമുഖത്ത് കമിതാക്കൾക്ക് നേരിടേണ്ടി വന്ന ആക്രമണത്തെ സംബന്ധിച്ച് ശക്തമായ നടപടി സ്വീകരിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. നിർദ്ദേശം കൊണ്ട് ഭാവനയ്ക്കെതിരെ വിഷയമുണ്ടായപ്പോൾ അവിടെ ബന്ധപ്പെട്ട പോലീസ് എത്തുകയും ആ വിവരങ്ങളെല്ലാം ചോദിച്ച് 12 മണിയോടുകൂടി മനസ്സിലാക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ഇതൊക്കെ സ്വാഭാവിക നടപടികളാണ്. ഇതൊക്കെ ഏത് സംഭവം ഉണ്ടാകുമ്പോഴും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടും. ഏത് തരത്തിൽ ചെയ്യണമെന്നാണ്? അല്ല, കേരളത്തിൽ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. എത്ര കേസുകളിൽ പ്രതികളെ പിടികൂടുന്നു? ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിന്റെ ഇതിലേക്ക് ഇടപെടുമ്പോൾ ഓരോ ഘട്ടത്തിലൂടെ അല്ല ഇടപെടേണ്ട. അല്ലാണ്ട് പൊടുന്നനെ ചാടിക്കേറി ഇത് ഇന്നും ഇന്നലെ ആരംഭിച്ചിട്ടല്ലോ. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ 600 FIR-കളുണ്ട്. 600 FIR-കളുണ്ട്. എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? എത്ര പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്? അവിടെയാണ് ചോദ്യം. നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നടപടിയെടുക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. കേസ് രജിസ്റ്റർ ചെയ്യണം, അന്വേഷണം നടത്തണം. കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം നടത്തി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നീതി എവിടെ ലഭിക്കും? ഇവിടെ അക്രമത്തിന് ഇരയാകുന്നവർക്ക് നീതി ലഭിക്കുന്നുണ്ടോ? ഇരകൾക്ക് നീതി ലഭിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. അടിക്കടി സംഭവങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്ത് പ്രതിരോധ നടപടിയാണ് സ്വീകരിക്കുന്നത്? ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രതിരോധ നടപടി സ്വീകരിക്കുന്നുണ്ടോ? ഈ കേസുകളിൽ പിടികൂടാത്ത കേസുകളിന്മേൽ അന്വേഷണം നടത്താൻ വിദഗ്ധ കുറ്റാന്വേഷണ സംഘത്തെ നിയമിക്കണം. അങ്ങനെ നിയമിച്ച് ഓരോ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ചും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാവണം. കൊലപാതക കേസുകളിൽ പലതിലും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് തൃശൂർ നടന്ന കൊലപാതകം സംബന്ധിച്ചുള്ള പ്രതികളെ പിടികൂടിയിട്ടില്ല. നിരവധി കേസുകൾ, എത്രയോ കേസുകൾ. എന്തുകൊണ്ട് പാലക്കാട് സ്ത്രീയെ ചുട്ടുകൊന്ന സംഭവം എന്തുകൊണ്ട് പ്രതികളെ പിടികൂടുന്നില്ല? ഇത്രമാത്രം ഭീവത്സമായ, പൈശാചികമായ, രാക്ഷസീയമായ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് ആ കേസുകളിൽ നിന്നും പ്രതികളെ പിടികൂടുന്നില്ല. അന്വേഷണ ചുമതല ആർക്കെങ്കിലും കൊടുത്തുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. ഇവിടെ പ്രശ്നം നീതി കിട്ടുക എന്നുള്ളതാണ്. ആ നീതി കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അക്രമ പ്രവർത്തനങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വരുന്നു. അടിക്കടി കൂടിക്കൂടി വരുന്നു. അതാണ് ഭയാശങ്കയിലാക്കുന്നത്. ജനസമൂഹം മുഴുവൻ ഇന്ന് ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രാജിവെച്ചാൽ തീരുവോ പ്രശ്നങ്ങളില്ല? ആഭ്യന്തര വകുപ്പ് മന്ത്രി അല്ലാതെ വേറൊരു മാർഗമില്ല. നടപടി സ്വീകരിക്കാൻ തയ്യാറാവുകയും കുറ്റവാളികളെ പിടികൂടുകയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി സർക്കാർ കാണിച്ചാൽ മതി. ആ ഇച്ഛാശക്തി ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ മെത്രാങ്കായലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിഷയങ്ങൾ നടക്കുന്നത്. മെത്രാങ്കായൽ സംരക്ഷിക്കും എന്നാവശ്യപ്പെട്ട് മാർച്ച് 8-ന് താങ്കളുടെ നേതൃത്വത്തിൽ BJP അവിടെ വന്ന് കൊടി നാട്ടുകയുണ്ടായി. അതിനുശേഷം മെത്രാങ്കായൽ ഒരു നെന്മണി പോലും വിതറാൻ BJPയോ BJPയോ അതിന്റെ സഹപ്രവർത്തകരോ മറ്റു രംഗത്ത് വന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം 80ഓളം ഏക്കർ ഭൂമി തരിച്ചിടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. നിങ്ങൾ കൊടികുത്തിയ സ്ഥലത്ത് മറ്റ് കർഷകരെ കൊണ്ട് കൃഷി ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ള ഒരു ആരോപണവുമുണ്ട്. ഒപ്പം ഈ അവിടുത്തെ വെള്ളം വറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത് BJPയുടെ അവിടുത്തെ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ഒരു നേതാവാണ്. യഥാർത്ഥത്തിൽ മെത്രാങ്കായലിലെ കൃഷിയോട് എന്തിനാണ് ഇത്ര വിരോധം എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. എങ്ങനെയാണ്? എനിക്കതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞുകൂടാ. പക്ഷേ പൊതുനയം, BJPയുടെ പൊതുനയം തരിശായി കിടക്കുന്ന എല്ലായിടത്തും കൃഷി ചെയ്യണം എന്ന് തന്നെയാണ്. ജലസ്വരാജ് എന്ന പദ്ധതിയിലൂടെ കേരളത്തിൽ ഏതാണ്ട് 100 കണക്കിന് ഏക്കർ സ്ഥലങ്ങളിൽ BJP തന്നെ മുൻകൈയെടുത്ത് കൃഷി ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആരംഭിക്കുകയും ചെയ്യും. അവശേഷിക്കുന്ന സ്ഥലങ്ങളിലും ആരംഭിക്കുകയും ചെയ്യും. ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നയമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. പാട്ട കാലാവധി കഴിഞ്ഞ ഭൂമി അത് ഭൂരഹിതർക്ക് കൊടുക്കണം.
അതോടൊപ്പം തന്നെ തരിശു കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യണം. ഈ വക കാര്യങ്ങളിൽ അന്നം, വെള്ളം, മണ്ണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമായ നയമുണ്ട്. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. മെത്രാൻകായൽ സ്ഥിതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്ഥിതി എന്താണ് എന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അവിടെ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഭാരതീയ ജനതാ പാർട്ടി പറയും. അവിടെ 80 ഏക്കർ ഭൂമി BJP-യുടെ കൊടി കുത്തിക്കൊണ്ട് തരിച്ചിടുന്ന അവസ്ഥയിലെ കാര്യങ്ങൾ, അതായത് കൃഷി ഇറക്കാൻ തയ്യാറായില്ല. അപ്പോൾ അതിനെതിരെ നിന്നതും അവിടുത്തെ BJP-യുടെ ഒരു പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹം കോടതിയെ സമീപിക്കുകയും ചെയ്തു അവിടെ വെള്ളം വറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇനി ഇപ്പോൾ തരിച്ചിട്ട ഭൂമിയിൽ കൃഷി ഇറക്കാൻ BJP തയ്യാറാകുമോ? അല്ല, ആ വക കാര്യങ്ങൾ ഞാൻ പരിശോധിക്കാം. ഞാൻ തീർച്ചയായിട്ടും അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി വേണ്ട എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നടപടി സ്വീകരിക്കാം. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ നയം കൃഷി ചെയ്യണം എന്ന് തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും തരിശായി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കൃഷി ചെയ്യണം എന്ന് തന്നെയാണ്. പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി ഭൂരഹിതർക്ക് കൊടുക്കണം, മിച്ചഭൂമിയായി കിടക്കുന്ന ഭൂമി ഭൂരഹിതർക്ക് കൊടുക്കണം. അങ്ങനെ അന്നം, വെള്ളം, മണ്ണ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ വളരെ വിപ്ലവകരമായ ഒരു പുരോഗമനാത്മകമായ നടപടി തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എരുമേലി വിമാനത്താവളത്തിന് മന്ത്രിസഭ അനുമതി നൽകി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP-യുടെ നിലപാടെന്താണ്? വിമാനത്താവളം എവിടെ എന്ന് ഇതേവരെ സർക്കാർ പറഞ്ഞിട്ടില്ല. ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ഒരു വിമാനത്താവളം നടത്തുന്നതിന് ഉള്ള തത്വത്തിൽ അംഗീകാരമാണ് നൽകിയിരിക്കുന്നത്. എവിടെയാണ് വിമാനത്താവളത്തിന് സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്താൻ വേണ്ടി KSIDCയോട് ആവശ്യപ്പെട്ടിരുന്നത്. അവർ 3-4 സ്ഥലങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരിശോധിച്ച് ഏത് സ്ഥലം എന്ന് പറഞ്ഞെങ്കിലല്ലേ അതേക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ പറ്റും. ഏത് സ്ഥലമാണ് കണ്ടെത്തുന്നത് പറയും. ഇവിടെ ശബരിമല തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ ഒരു വിമാനത്താവളം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. അത് എവിടെ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആ സ്ഥലം അന്തിമമായിട്ടൊരു തീരുമാനം വരട്ടെ. ചെറുവള്ളി എസ്റ്റേറ്റ് വിലയ്ക്ക് വാങ്ങി വിമാനത്താവളം പണിയിക്കാൻ സർക്കാർ നീക്കം നടത്തിയാൽ അതിനെ BJP അംഗീകരിക്കുമോ? അല്ല, നടത്തട്ടെ. അത് സാങ്കല്പികമായ ചോദ്യമാണ്. എന്താണ് ഇത് സംബന്ധിച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ചിത്രം വ്യക്തമാകട്ടെ. ആ സമയം പറയാം, അഭിപ്രായം പറയാമല്ലോ. എന്തായിരുന്നാലും പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണ്. പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടുള്ള ഭൂമി ഹാരിസന്റെയും മറ്റ് ഇംഗ്ലീഷ് കമ്പനികളുടെ ഏതാണ്ട് 46 കമ്പനികൾ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുകയാണ്. പാട്ടക്കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു കൊടുക്കുന്നില്ല. അതെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടുന്നതാണ്. ഈ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ BJP പിന്നോട്ട് പോകുന്നതായിട്ട് ആരോപണമുണ്ടല്ലോ. ഇല്ലല്ലോ. ലാവലിൻ കേസ് സംബന്ധിച്ച് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അസംബന്ധമാണ്. ലാവലിൻ കേസ് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ കേസ് വന്ന സന്ദർഭത്തിൽ CBI ഒരു സന്ദർഭത്തിലും പറഞ്ഞിട്ടില്ല വാദം കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയന്റെ അഭിഭാഷകനായ ശ്രീ ദാമോദരൻ അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടപ്പിലാണ് എന്ന് ആ ഭാഗത്തു നിന്നും വിശദീകരണം വന്നപ്പോൾ കോടതി പറഞ്ഞു ശരി, അടുത്ത അവധിക്ക് മാറ്റിവെക്കാം. അങ്ങനെ മാർച്ച് മാസം 9-ാം തീയതിക്ക് വെച്ചിരിക്കുകയാണ്. അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് CBIക്ക് വേണ്ടി ഹാജരാകാൻ പല സന്ദർഭത്തിലും ഡൽഹിയിൽ നിന്നും കേരള ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. ആ സന്ദർഭത്തിലെല്ലാം പിണറായി വിജയന്റെ അഭിഭാഷകന് സുഖമില്ലാതെ കിടപ്പിലാണ്, എത്താൻ പറ്റില്ല എന്നറിയിച്ചപ്പോൾ കോടതിയാണ് നീക്കിവെച്ചത്. ഈ കാര്യത്തിൽ ആ കേസ് സംബന്ധിച്ച് യാതൊരു ഒളിച്ചുകളിയുമില്ല. ഈ കേസ് സംബന്ധിച്ച് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. 3 ദിവസങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതിയിൽ വന്ന കേസ് ലാവലിന്റെ കേസല്ല. അത് ഒരു അജയൻ എന്ന് പറയുന്ന ഒരാൾ കൊടുത്ത പെറ്റീഷന്മേൽ മാത്രമാണെന്ന് കോടതി പരിഗണിച്ചത്. അത് ലാവലിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക ഒരു പുതിയ പെറ്റീഷൻ അവിടെ ഫയൽ ചെയ്തപ്പോൾ ആ പെറ്റീഷൻ തള്ളിക്കളയാണ് ചെയ്തത്. ലാവലിൻ കേസ് അവിടെ വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ CBIയുടെ അഭിഭാഷകർക്ക് ആ ദിവസം ഹാജരാകേണ്ട സ്ഥിതിയുമില്ല, ആവശ്യവുമില്ല. മാർച്ച് മാസം 9-ാം തീയതിയാണ് കേസ് വെച്ചിരിക്കുന്നത്. ആ കേസ് എന്ത് വന്നു കഴിഞ്ഞാലും അന്ന് വാദം ആരംഭിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്.